അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ വീട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഫോർട്ട് പോലെ ഫോർട്ടായി, ഒരു മതിലായി. ഇതിനകത്തോട്ട് വേറെ കാഴ്ചകൾ നമുക്ക് പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റില്ല. എന്നാൽ അകത്തുനിന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. മതിലിന്റെ അപ്പുറത്തുള്ള ഈ ഒരു ബാമ്പുവിന്റെ ഒക്കെ ആ ഒരു ചില്ലകളൊക്കെ ചാടി ഇതൊരു ഡീറ്റെയിൽ ഉള്ള ഒരു മതിലായിരുന്നെങ്കിൽ മേ ബി ഇത്ര ഇഫക്റ്റ് നമുക്ക് കിട്ടില്ലായിരിക്കും. പല തട്ടുകളായിട്ടും പല ലെവൽസ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കും. സോ ഇറ്റ് ഗിവ്സ് യു എൻ ഇംപ്രഷൻ ഓഫ് ഒരു 2 ഫ്ലോർ 3 ഫ്ലോറിന്റെ ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അന്നൊരു സിംഗിൾ സ്റ്റോറിയാണ് താനും. ഫാമിലിക്കുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള എൻട്രി ആയിക്കോട്ടെ, ഇതെല്ലാം അവിടെയാണ് വരുന്നത്. വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവർ എന്നും ഈ ഫോമൽ ലിവിങ് കൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല. താണ്ടൂർ തന്നെ വരുന്നു. പോർച്ചിലോട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ സിംബോളോടെ യൂഷ്വലി നമ്മൾ എന്തെങ്കിലും സാധനം വണ്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നുണ്ടാവും, ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം നേരിട്ട് നമുക്ക് നേരെ കിച്ചണിലോട്ടും നമ്മൾ വർക്ക് ഏരിയയിലോട്ടും കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് ഇവിടെ കൂടെ ആക്സസ് ഉണ്ട്. രണ്ട് വർഷം നല്ല മഴയും 2 മൺസൂണൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. നമ്മുടെ കോപ്പിംഗ് ശരിക്കും പർപ്പസ് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലത്തെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടുള്ള മിക്ക സ്ട്രക്ചറിലും 1 വർഷം പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ ഈ പായലിന്റെ ഒക്കെ പാടും സ്റ്റെയിനിങ്ങിന് ഒലിച്ചിറങ്ങുന്ന പാട് ശരിക്കും കാണും. അതുപോലെ ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വലിയൊരു ഡബിൾ ഹൈറ്റിലോട്ട് നോർത്ത് ഫേസിംഗ് ആയതുകൊണ്ട് വളരെ സട്ടിൽ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് അകത്തോട്ട് വരിക. വി ട്രൈ ടു അലൈൻ എവറിത്തിങ് ടു എ വാൾ. ഭിത്തി കൂടെ വാഷ് ചെയ്ത് വരുന്ന ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യും. ഇങ്ങനെ ഒരു പ്രയർ സ്പേസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഈശോയൊക്കെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു ചർച്ചിൽ എങ്ങനെയാണോ നമ്മൾ ഫീൽ ചെയ്യുന്നത് അതുപോലൊരു നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു വാഷ് ഏരിയ അല്ല. 180 ഡിഗ്രിയിൽ ആ ഒരു മോണോട്ടോണി ബ്രേക്ക് ചെയ്യാം. ദിസ് ഇസ് ഓൾസോ ഫേസിങ് ഈസ്റ്റ്. അപ്പോൾ മുകളിലത്തെ ക്ലെറസ്റ്റോറി വിൻഡോ, നമ്മൾ ആ വിൻഡോസ് നല്ല വെട്ടമാണ് നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് ആണ് എല്ലായിടത്തും. റോട്ടിൽ കൂടെ പോയപ്പോൾ ഇഷ്ടംപോലെ പരസ്യങ്ങൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് എല്ലായിടത്തും കാണുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് എല്ലാ ജോലിയും എല്ലാ ഇതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എഗെയിൻ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ്റെ ഒരു സെസ്പൂൾ ആവുന്നതിനേക്കാളും ഭേദം ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ബി ഒരു സിമ്പിൾ ആയിട്ടുള്ള ശ്വാസം വിടാൻ പറ്റുന്ന കാം ആയിട്ടുള്ള ഒരു സ്പേസിലോട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് വെള്ളൂരാണ്. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഡിസൈനർ ആർക്കിടെക്ട് നിപുൻ. ഹലോ, വെൽക്കം ടു ആർക്കിടോക്സ്. നിപുനും പിന്നെ വൈഫുമാണ് അല്ലേ? വൈഫുമാണ്. എൻ്റെ പേര് ആർക്കിടെക്ട് നിപുൻ ജോർജ്. എൻ്റെ വൈഫും പാർട്ട്ണറും ആർക്കിടെക്ട് ലിറ്റ വിൽസൺ. വേറെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫേംസ് ആണ്. ബേസ്ഡ് ഇൻ കൊച്ചി. ഓക്കെ. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ക്ലൈമറ്റും പിന്നെ വീടിൻ്റെ ഒരു എസ്തറ്റിക്കൽ വ്യൂവ്, ഇൻറ്റീരിയർ എല്ലാം നമ്മളെ ഭയങ്കര ഒരു പീസ്ഫുൾ ആക്കി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊരു കണ്ടംപററി സ്റ്റൈലുള്ളൊരു വീടാണ് അല്ലേ? ഡിസൈൻ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താമല്ലോ. കണ്ടംപററിയിൽ കുറച്ചുകൂടെ ഒത്തിരി ഫോംസും ഒത്തിരി എലമെന്റ്സും ഒത്തിരി കയറി വരുന്ന സിമ്പിൾ ക്യൂബോയിഡൽ ബോക്സി ഫോംസും ഷേപ്സ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറേ ഡീറ്റെയിൽസും കുറച്ച് എലമെന്റ്സ് ഒക്കെ ഒത്തിരി വരുന്നൊരു സംഭവമാണ് കണ്ടംപററി നമ്മൾ പൊതുവെ പറയാം. നമ്മുടെ ഈ പ്രോജക്റ്റിൽ ദ പ്രോജക്റ്റ് ഇസ് വെരി മിനിമൽ. വളരെ ബെയർ ആയിട്ടുള്ള വാൾസും സിമ്പിൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള വൈറ്റ് വാൾസ് ഒക്കെയാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. ദിസ് ഇസ് മോർ ഓഫ് ഒരു മിനിമൽ സ്റ്റൈലാണ്. നമുക്ക് മിനിമലിസത്തിൻ്റെ ഒരു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോഡേൺ ഡിസൈനിലെ ഒരു മിനിമൽ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഒരു വിൻഡോ ഏരിയ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എല്ലായിടവും പ്ലെയിൻ വാൾസ് ആണ്. ഈ ഒരു സൈഡ് ബൗണ്ടറി വാള് ഭയങ്കര സീ ത്രൂ. നമുക്ക് അതൊന്ന് ഇത് 2 രീതിയിൽ നമ്മളിത് അപ്രോച്ച് ചെയ്തത്. ഇത് ക്ലയൻസ് അവർക്കും വളരെ കൃത്യമായിരുന്നു, ധാരണയുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള മിനിമലായിട്ടുള്ള യാതൊരുവിധ ഓർണമെൻറ്റേഷനോ കൊത്തുപണികളോ അത് ഡീറ്റെയിൽസ് വേണ്ടെന്നുള്ള വളരെ ക്ലിയർ ആയിരുന്നു. ഇത് എത്ര സെൻറ്റാണ് ടോട്ടൽ? നമുക്കിത് റഫ്ലി അറൗണ്ട് 60-65 സെൻസ് ആണ് വരുന്നത്. ഇത് വളരെ ഇറഗുലർ ആയിട്ടുള്ളൊരു പ്ലോട്ട് സൈസാണ്, ഒരു റെക്ടാങ്കിൾ ഒന്നും അല്ല. അപ്പോൾ ഇത്രയും ഒരു വലിയ സ്പേസ് ആണല്ലോ ഇത്, മുറ്റം അതായത് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇത്രയൊക്കെ വേണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയൊക്കെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് കൃത്യമായിട്ട് ആ ഒരു സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളതിന് കൃത്യമായിട്ട് തിരിച്ച് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ വീട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഫോർട്ടായി, ഒരു മതിലായി. ശരിക്കും പറഞ്ഞാൽ ഈ ലിവിങ് റൂം, ഫോമൽ ലിവിങ് റൂമിൽ ഉള്ള കാഴ്ചകൾ തന്നെയാണ് ഇതിനകത്തോട്ട് വേറെ കാഴ്ചകൾ നമുക്ക് പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റില്ല. എന്നാൽ അകത്തുനിന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് കിച്ചൻ്റെ അവിടെയും ഈ ലിവിങ് റൂമിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. അത്രയും ഒരു പ്രൈവസിക്ക് ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. എല്ലാം ഒരു അടച്ച ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ ഈ മെയിൻ ഏരിയ ഏതാണോ അതിലോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കയറി പോകും. മാത്രമല്ല ഇപ്പോൾ നടന്ന് പെഡസ്ട്രിയൻ എൻട്രൻസ് ആണെങ്കിലും അങ്ങനെ നടന്നു വരാം. ഇവൻ ഗേറ്റിലും നമുക്ക് ഈ പറയുന്ന പോലെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഒക്കെ ലെറ്റേഴ്സ് വെക്കാനുള്ള ബോക്സ് അവിടെയുണ്ട്. അതിനുള്ള പ്രൊവിഷൻ ഈ ഒരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. സോ ആ ഒരു ആക്സസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്.
അതിന് നേർക്ക് തന്നെ ഒരു ചെറിയൊരു പാത്വേ പോലെ ലോണിൽ കൂടെ. അതെ അതെ, അതാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു കാർ പോർച്ചിലോട്ട് കയറുന്ന ഈ ഒരു കാർ പോർച്ച് ആയാലും താരതമ്യേന ഒരു ഇച്ചിരി സൈസ് കുറച്ച പോലെ ഒരു സൈസ് മനഃപൂർവ്വം കുറച്ചതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു വണ്ടി നിർത്തി ഇടുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇത് ചാറ്റലിൽ കാറ്റൊക്കെ അടിക്കും, ആള് നനയാതെ പുറത്തിറങ്ങുക എന്നുള്ള പർപ്പസ് മാത്രമേ ഇതിന് സെർവ് ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വന്ന് നനയാതെ ഇരിക്കുന്നൊരു സ്ഥലം വേണം ജസ്റ്റ് കയറുന്നതിന് മുമ്പ് എന്നുള്ള പർപ്പസാണ്. അതൊന്ന്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഹ്യൂജ് സ്ട്രക്ചറിന് മുമ്പ് നമ്മൾ ആ ഒരു ഹെവിനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോം കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ബേസിക്കലി ഇറ്റ്സ് ഓൺലി ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ആക്റ്റീവായിട്ട് ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ പുറമേ നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. പല തട്ടുകളായിട്ടും പല ലെവൽസ് ആയിട്ടും നമ്മളിതിനെ ഡിസൈൻ ചെയ്തിരിക്കും. സോ ഇറ്റ് ഗിവ്സ് യു എൻ ഇംപ്രഷൻ ഓഫ് ഒരു 2 ഫ്ലോർ 3 ഫ്ലോറിൻ്റെ ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അന്നൊരു സിംഗിൾ സ്റ്റോറിയാണ് താനും. അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ പ്യൂർലി ഫോർ ദ പ്രൈവറ്റ് ആക്സസ്. അതെ, അങ്ങോട്ട് മീനും അങ്ങോട്ടൊന്ന് കാണിക്കാവോ? അതൊരു നമുക്കും പോകാൻ തോന്നുന്നില്ല, കാരണം അത് കണ്ടാലേ അറിയാം ഒരു പ്രൈവറ്റ് ആയിട്ട് അടച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂടെ. അത് കാർ പോർച്ചും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. ഫാമിലിക്കുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള എൻട്രി ആയിക്കോട്ടെ, ഇതെല്ലാം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഡിസൈൻ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവർ എന്നും ഈ ഫോമൽ ലിവിങ് കൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല. യാത്ര കഴിഞ്ഞിട്ടോ ജോലി കഴിഞ്ഞിട്ടോ തിരിച്ചു വരുമ്പോൾ നേരെ ഒന്നെങ്കിൽ ഡൈനിങ്ങിലോട്ടോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമിലോട്ടോ പോകാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു ആക്സസ് ആയിട്ടാണ് നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവരുടെ പിന്നീട് ഇവരുടെ തറവാടുണ്ട്. അപ്പോൾ അവർക്കും പെട്ടെന്ന് വരാനും സംസാരിക്കാനൊക്കെ കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള എൻട്രൻസ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ആ ഭാഗത്ത് ഒരു എൻട്രൻസ് കൊടുക്കുന്നതിൻ്റെ റീസണും അതാണ്. ബ്രീത്ത് ഈസി ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും അതിനനുസരിച്ചുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ. അപ്പം ഇത് നമ്മുടെ ടാൻഡൂർ സ്റ്റോൺ ആയിട്ടിരിക്കുന്നത്. ടാൻഡൂർ സ്റ്റോണിന്റെ നോർമൽ ആയിട്ടുള്ള പേപ്പർ ജോയിന്റ് വെച്ചിട്ടുള്ളൊരു അപ്രോക്സിമേറ്റ്ലി 1 feet by 2 feet ഒരു ലേഔട്ട്. പിന്നെ ബാക്കി ലോൺ ഏരിയ എല്ലാം ഒരു പേൾ ഗ്രാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തെങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിലനിർത്തി അല്ലേ? അതിൻ്റെതായിട്ടുള്ളൊരു പറ്റാവുന്ന എല്ലാം നിലനിർത്തി. ആ മാവും നിലനിർത്തി. ആ ഡ്രൈവേയിൽ തന്നെ കുറച്ച് തേക്ക്, അപ്പുറത്തെ ബൗണ്ടറി കുറച്ച് തേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഒരുമാതിരി റീറ്റെയിൻ ചെയ്തു. ബാക്കിലുള്ളതും കുറച്ച് മരങ്ങളൊക്കെ റീറ്റെയിൻ ചെയ്യേണ്ടി വന്നു. എന്നാലും അതെല്ലാം ഒരു വൈറ്റില് കണ്ടംപററി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി എലമെന്റ്സ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ് എല്ലാം ലോസ്റ്റ് ആയി പോകും. നമ്മുടെ കണ്ണിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ബാക്ക് ഡ്രോപ്പിൽ ഇതെല്ലാം എടുത്ത് നിൽക്കുകയുള്ളൂ. ശരി. ഒത്തിരി ബുക്ക് ഷെൽഫ് പോലെ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി ലൈറ്റിങ്ങും ഒത്തിരി പെയിൻറ്റിങ്ങും ഒക്കെ നിറച്ച് വെച്ചാൽ പോലും അതിനെ കൃത്യമായിട്ട് ഒന്ന് ആസ്വദിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ടു മച്ച് ടു പ്രോസസ്. ഡിസ്ട്രാക്ഷൻസ് ആണ് എല്ലായിടത്തും. നമ്മൾ പുറത്ത് റോട്ടിൽ കൂടെ പോയപ്പോൾ ഇഷ്ടംപോലെ പരസ്യങ്ങൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് എല്ലായിടത്തും കാണുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് എല്ലാ ജോലിയും എല്ലാ ഇതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എഗെയിൻ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ്റെ ഒരു സെസ്പൂൾ ആവുന്നതിനേക്കാളും ഭേദം ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ബി ഒരു സിമ്പിൾ ആയിട്ടുള്ള ശ്വാസം വിടാൻ പറ്റുന്ന കാം ആയിട്ടുള്ള ഒരു സ്പേസിലോട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കും ഒരു അറിയാണ്ടൊരു സമാധാനം തരുന്നത് അല്ലേ? അതെ അതെ. ഞാൻ പേഴ്സണലി അങ്ങനെ ഭയങ്കര എക്സ്ട്രീം മിനിമലിസ്റ്റ് സ്റ്റൈലിൻ്റെ ഒരു ഫാനൊന്നും അല്ല. പക്ഷേ ഇവിടെ എന്തോ ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഈ ഓരോ സ്പേസും ഓരോ ഹൈറ്റ് കൊടുക്കുമ്പോഴും സൈസ് കൊടുക്കുമ്പോഴും ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് ഇമോഷൻ. മനുഷ്യരിലുണ്ടാകുന്ന ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പേസിനെ ജീവൻ വെപ്പിക്കുന്നത്. റാദർ ദാൻ നമ്മൾ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് വെച്ചതുകൊണ്ടോ ഒത്തിരി അലങ്കാരപ്പണി ചെയ്തുകൊണ്ടോ ഒന്നും ആ സ്പേസിന് ഒരു ക്വാളിറ്റി കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള വിൻഡോസും ലൈറ്റ്സിൻ്റെ ലൊക്കേഷൻസും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഡ്രൈവേ ഇങ്ങനെ വന്ന്. ഇതാണ് ഡ്രൈവേ. അതെ, കാർ പോർച്ച്. അപ്പോൾ അവിടെ ഒരു മഴ ജസ്റ്റ് ഒന്ന് നനയാണ്ട് ഇറങ്ങാനുള്ള കാർ പോർച്ച് ഉള്ളതിലും ആക്ച്വൽ കാർ പോർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടാണ്. അപ്പോൾ അവിടെ ഈസി ആയിട്ട് ഒരു 3 കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും വീടിന് മുമ്പിൽ തന്നെയാണ് മിക്കപ്പോഴും കാർ പോർച്ചുകൾ വെക്കുക. അതെ, വണ്ടി കാണിക്കുന്ന ഒരു നിർബന്ധമാണെന്നുള്ള ഒരു താല്പര്യമുള്ള ചിലരുണ്ടാവും. പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വണ്ടി ആരും കാണണ്ട, വണ്ടി ഒതുങ്ങി എവിടെയും ഇരിക്കട്ടെ, ലെറ്റ്സ് ബി കംഫർട്ടബിൾ വിത്ത് അറൗണ്ട് സ്പേസ് എന്നുള്ളതായിരുന്നു ഒരു ജനറൽ ഐഡിയ. നമ്മൾ ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ഈ കാണുന്ന ഭാഗത്താണ് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വരുന്നത്. ഓക്കെ. യൂഷ്വലി നമ്മൾ എന്തെങ്കിലും സാധനം വണ്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നുണ്ടാവും. ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, പറമ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ടാവും, കിച്ചണിലേക്കുള്ള സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം നേരിട്ട് നമുക്ക് നേരെ കിച്ചണിലോട്ടും നമ്മൾ വർക്ക് ഏരിയയിലോട്ടും കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് ഇവിടെ കൂടെ ആക്സസ് ഉണ്ട്. ഈ ഫ്രണ്ട് വരാന്തയിൽ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട് റൂമിൽ കൂടെ ഒക്കെ കെട്ടി വലിച്ച് കൊണ്ടുവരുന്നേക്കാളും ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. അതൊക്കെ നിങ്ങളുടെ ഒരു സജഷൻ? ഇതൊക്കെ ഡിസിഷന്റെ ഭാഗമാണ്. നമ്മൾ ഇതിന് ഫാക്ടറാണ്. അതെ, വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം ഒക്കെ ആയാലും കിണറിനോട് ചേർന്ന് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു വക കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്ത് തന്നെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് വെക്കാനുള്ള സ്ഥലങ്ങളും പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, അതെല്ലാം വെന്റിലേറ്റഡ് ആയിട്ട് വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. മറ്റേടത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഈ എലിവേഷൻ്റെ ഈ ഒരു സൈഡ് ഈസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് തന്നെ വിൻഡോ എല്ലാം കൂടുതലും ഈ ഒരു ഭാഗത്താണ്. 2 സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റ് കയറാനുള്ള ഒരു പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ കൊടുത്തേക്കുന്നത് ലൂവർ ജസ്റ്റ് ഒരു ഹീറ്റ് വല്ലതും
വെളിയിലോട്ട് പോകാനുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. വിഷൻ ഫുള്ളി ബ്ലോക്ക് ചെയ്ത് കെട്ടി അടയ്ക്കാതെ കുറച്ച് കാറ്റ് പോകാനും ചൂട് പോകാനുള്ളൊരു സ്ലാബ് ചൂട് വരുവാണല്ലോ ബേസിക്കലി. ടോട്ടലി ലെഫ്റ്റ് സൈഡ് മൊത്തം ബെഡ്റൂം വിങ്സ് ആണ്, 4 ബെഡ്റൂം എല്ലാം വരുന്ന ഈ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ടെറസിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു എക്സ്ട്രാ ഷീറ്റ് ഇട്ട് നമ്മൾ ട്രസ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ആക്ച്വൽ സ്ലാബിലോട്ടുള്ള ഹീറ്റ് ഗെയിൻ കുറയ്ക്കാനുള്ള പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ട്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേർപ്പസ് നമുക്കിവിടെ ഒരു സ്ലാബ് ഉണ്ട്, സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കെട്ടിയെടുത്തിട്ട് നമ്മളതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫേസിങ് സൗത്തിലേക്കാണ് അത് അലൈൻ ചെയ്തിരിക്കുന്നത്, സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. അപ്പം സോളാർ വെക്കാനാണെങ്കിൽ പോലും ഇറ്റ് ഇസ് ഡയറക്ട്ലി ഫേസിങ് ദ സൗത്ത്. അപ്പോൾ ആ അലൈൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വെക്കാം. ഓക്കെ, നമ്മളപ്പം ടോട്ടൽ വീട് ത്രൂ ഔട്ട് പുറത്തെല്ലാം ഇങ്ങനെ ഒരു ബോർഡർ പോലെ കോപ്പിംഗ് എന്നാണ് പറയുന്നത്. കോപ്പിംഗ് ബേസിക്കലി നമ്മൾ കോപ്പിംഗ് എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. സാധാരണ പ്ലാസ്റ്റർ വെച്ച് സാധാരണ ടിപ്പിക്കൽ വീടുകളിൽ പ്ലാസ്റ്റർ വെച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് വാൾസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പും ഗ്രഡേഷനും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 20 mm ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഭിത്തിയെല്ലാം നനഞ്ഞ് മഴയത്തൊക്കെ നനഞ്ഞ് ഒഴുകി വരുന്ന ആ ചെളിയും ഡീറ്റെയിലൊക്കെ ഒഴിവാകുന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് രണ്ട് വർഷം നല്ല മഴയും 2 മൺസൂണൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. നമ്മുടെ കോപ്പിംഗ് വൈറ്റ്. അതെ, അത് ശരിക്കും പർപ്പസ് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലത്തെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടുള്ള മിക്ക സ്ട്രക്ചറിലും 1 വർഷം പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ ഈ പായലിൻ്റെ ഒക്കെ പാടും സ്റ്റെയിനിങ്ങിന് ഒലിച്ചറിയിക്കുന്ന പാട് ശരിക്കും കാണും. പൊടിയുടെ പാട് ബേസിക്കലി വാട്ടർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ സൈഡിൽ കൂടെ പോകാം. ഇതിന്റെ ഷേപ്പ് മിനിമൽ ഷേപ്പ് പോലെ വളരെ സ്ട്രെയിറ്റ് ലൈൻസ് അല്ലല്ലോ. അപ്പോൾ ആത്വയും ഇതും എല്ലാം ഭയങ്കര കർവി ഷേപ്സും അങ്ങനെയൊക്കെ കൊടുത്തേക്കുന്നു. ബേസിക്കലി കളർ കോമ്പിനേഷനും പ്ലസ് ഇതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചും. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ വണ്ടി തിരിക്കാനും വളയ്ക്കാനുള്ള സൗകര്യം എന്നുള്ള പർപ്പസിലാണ് നമ്മൾ ഈ ഒരു കർവ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മളത് മെറ്റലിട്ട് കൊടുത്തു. ഈവൻ ബാക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് സംബന്ധമായ വല്ല മരം വെട്ടുന്നതിനോ എന്തെങ്കിലും വലിയ വണ്ടിയിൽ കൊണ്ടുവരാണെങ്കിൽ പോലും നമുക്ക് ഈ സർവീസ് യൂസ് ചെയ്യാം. ഈ എൻട്രി ആയിട്ട് യൂസ് ചെയ്യാം. മതിലിന്റെ അപ്പുറത്തുള്ള ഈ ഒരു ബാമ്പുവിന്റെ ഒക്കെ ആ ഒരു ചില്ലകളൊക്കെ ചാടി നിൽക്കുമ്പോഴാണ് ഭയങ്കര രസമുണ്ട്. വൈറ്റിൽ ഇതൊരു ഡീറ്റെയിൽ ഉള്ള ഒരു മതിലായിരുന്നെങ്കിൽ മേ ബി ഇത്ര ഇഫക്റ്റ് നമുക്ക് കിട്ടില്ലായിരിക്കും. കാരണം ഫോക്കസ് എന്നെല്ലാം നമുക്ക് പല സ്ഥലത്തേക്ക് നമ്മൾ തെറ്റിപ്പോകും. ഒരു ക്ലാഡിങ് ചെയ്താലോ എന്ത് ചെയ്താലും ചിലപ്പോൾ ഈ ഇഫക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്തത്. ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു ചില്ലകളൊക്കെ ചാടി ഇങ്ങോട്ട് വീഴുന്നതും. അപ്പോൾ ഒബിയസ്ലി അതിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇലയും കൊഴിയും. ബട്ട് എന്നാൽ പോലും അതിൻ്റെതായ ഒരു ചാമം. അല്ല, അത് ആ ഒരു ഏരിയ ഇച്ചിരി ഇലയോടൊക്കെ റോയായിട്ട് കിടക്കുന്ന ഭംഗി, ഇവിടുത്തെ ഫ്രൂട്ട് ട്രീസും ഒക്കെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്താണ് ഇവിടെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം താണ്ടൂർ തന്നെ വരുന്നു. പോർച്ചിലോട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ സിംബോളോടെ റസ്റ്റിക് സീരീസിലുള്ള ടൈൽസ് ആണ്. ഇത് ടൈൽസ് ആണ്, പ്രോപ്പർ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്. അപ്പോൾ ഇതിനോടും മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ടാൻഡൂർ ഇടുമ്പോഴും അതിനോടും പെട്ടെന്ന് ഒറ്റയടിക്ക് അത് മാറി നിൽക്കരുത് എന്നുള്ളൊരു പർപ്പസ് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ലുക്സ് ലൈക്ക് എ സ്റ്റോൺ. ഒറ്റ നോട്ടത്തിൽ കണ്ട സ്റ്റോൺ എല്ലാം റാൻഡം ആയിട്ടുള്ള ഒരു ഇതാണ്. സിംബോളോസിന്റെ റോക്ക് ടെക് സീരീസിലെ ഫ്ലാഗ് സ്റ്റോൺ സീരീസ് ആണ് ഇത് വരുന്നത്. ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ചിപ്പായി ഇരിക്കുന്നതുകൊണ്ട് ഞാനും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അത് വളരെ വെൽ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് 16 mm അവൈലബിൾ ആണ്, 16 to 15 mm അവൈലബിൾ ആണ്. വിച്ച് ഇസ് ബെറ്റർ ഫോർ കാർപോസ് യൂസിനൊക്കെ. നോർമൽ 10 mm ഇത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിവിടെ 16 ആണ് യൂസ്. ഒത്തിരി റഫ് യൂസ് ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്തത്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഫംഗ്ഷനാണ് ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഒരു വരാന്ത സ്പേസ് വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ട് വരാന്ത വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം കൊച്ചു വർത്താനം പറഞ്ഞ് പോകുന്നവർക്ക് അകത്തോട്ട് കയറണ്ട, എന്നാൽ ഇവിടെ പുറത്തിരുന്ന് കാറ്റ് കൊണ്ടിരുന്ന് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു സ്പേസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിവിടെ ഇരിക്കാം, ചിലർ തിന്നലിരിക്കാം, സ്റ്റെപ്പിലിരിക്കാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ്. അപ്പോൾ ഓരോരുത്തരുടെ മൂഡ് പോലെ നമുക്കിരുന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള എഗെയിൻ ഒത്തിരി അധികം ആഡംബരങ്ങളൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്കെയിലിന് അങ്ങനെ തന്നെ ആ നമ്മുടെ സൺഷെയ്ഡിൻ്റെ ആ ലെവല് 7 feet ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ കളേഴ്സും നമ്മൾ ഫാക്ടർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് ഫംഗ്ഷനലി നമ്മൾ ഈവൻ ഭിത്തി വെള്ള പോലെ ഫ്ലോറിലും വെള്ളം ഇട്ട് കഴിഞ്ഞാലും മേ നോട്ട് ബി ആസ് പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മളൊരു സിമെൻറ്റ് ഫിനിഷിലുള്ള ഒരു ടെക്സ്ചറുള്ള ഒരു ടൈലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ഹൗസ് നമ്മൾ സിമിലർ ഒറ്റ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് ആണെങ്കിലും ഒരു വൈഡ് ആയിട്ട് കുറച്ച് നമ്മൾ ഫാമിലി ഒത്തിരി വലിയ ഫാമിലി ആയതുകൊണ്ട് ഒത്തിരി പേര് ഗസ്റ്റും ഒക്കെ വരുന്ന സമയത്തും ഈ ഒരു സ്പേസിന് ഒരു ഇടുങ്ങിയ വഴി കൂടെ പോകുന്നതിനേക്കാളും ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ മച്ച് വൈഡർ സ്പേസ്. പോർച്ച് പതുക്കെ ജെന്റലി ഒന്ന് റേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഈ ലെവലിലൂടെ എത്തിച്ചിരിക്കുന്നത്. അപ്പം അതാണ് പ്രൈമറിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഹൈറ്റ് ഇപ്പൊ പറഞ്ഞിരുന്നു നമ്മള്, പക്ഷെ അതൊരു ഭയങ്കര കോസി ആയിട്ടൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഉള്ളിലോട്ട് കയറാം അല്ലേ? അപ്പം ഡോറൊക്കെ ആണെങ്കിലും ഈ ഒരു മിനിമൽ രീതിയിൽ തന്നെയാണ്, അതായത് ഒത്തിരി ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട, പ്ലെയിൻ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മരത്തിന്റെ ഷെയ്ഡും
ആ ലൈൻസും തേക്കിന്റെ ലൈൻസും കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് കാണാം. കളറും ഇതൊക്കെ നന്നായി എടുത്ത് നിൽക്കുന്ന ഈ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് നമുക്കത് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പ്രൈമറിലി. ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ നേരെ കാണുന്നത് ഒരു അതെ, നമ്മൾ ഈ ഒരു ടോൾ ആയിട്ടുള്ളൊരു അപ്പർച്ചർ കൂടെ നമ്മൾ ആ ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അതാണ് കോർട്ട്യാർഡ് വരുന്നത്. ദാറ്റ് ഈസ് ദ സെൻട്രൽ ഹബ് ഓഫ് ദ ഹൗസ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്തിട്ടാണ് നമ്മൾ ഗസ്റ്റ് ആണ് ആർക്കാണ്ട് ആ ഒരു വ്യൂ കണ്ടിട്ടാണ് നമ്മൾ കയറുന്നത് വീട്ടിൽ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് എൻട്രി എന്ന് പറഞ്ഞല്ലോ, ഫാമിലിക്ക് കയറാനുള്ള എൻട്രി, ഈവൻ ആ എൻട്രി പോലും നേരിട്ട് അതിനെയാണ് ഫ്രെയിം ചെയ്തിട്ട് കയറുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു കോണിലായിട്ടാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വലിയൊരു ഡബിൾ ഹൈറ്റിലോട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സ്പേസ്. അപ്പോൾ ഇതും നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രൈമറിലി ഇതൊരു നോർത്ത് ഫേസിംഗ് ആണ്. നോർത്ത് ഫേസിംഗ് ആകുമ്പോൾ വി ക്യാൻ ഓഫർ മോർ ഗ്ലേസിംഗ് കുറച്ച് കൊടുത്താലും ഹീറ്റ് ഗെയിൻ അധികമില്ല. വെസ്റ്റോ അല്ലെങ്കിൽ ഈസ്റ്റോ പോലെയല്ല, നോർത്ത് ഫേസിംഗ് ആയതുകൊണ്ട് വളരെ സട്ടിൽ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് അകത്തോട്ട് വരിക. rather ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ഒന്നും ഇതിനകത്ത് വരും. പിന്നെ വിൻഡോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വി ട്രൈ ടു അലൈൻ എവറിത്തിങ് ടു എ വാൾ. ഒരു ഭിത്തിയോട് അലൈൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ അതെന്താ കാര്യം, ഇപ്പോൾ ഈ ലൈറ്റിൽ അത്ര എവിഡൻ്റ് അല്ല, എന്നാൽ പോലും ഭിത്തി കൂടെ വാഷ് ചെയ്ത് വരുന്ന ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യും ഈ വൈറ്റ് വാളിൽ കൂടെ വരുന്നത്. റാദർ ദാൻ ഒരു ഹാർഷ് ലൈറ്റിനേക്കാളും ഒരു വാംത്ത് ഇതിൽ മൊത്തത്തിൽ അങ്ങ് നമുക്ക് കിട്ടും. അത് കണ്ണിനും ഗ്ലെയർ ഇല്ല. വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ്. ഒരു എൻഡിലോട്ട് നമ്മൾ വിൻഡോ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എ റിക്വയർമെൻറ്റ്. ഒരു ഡബിൾ ലൈറ്റ് സ്പേസ് കൊടുക്കാം. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ലാബിൻ്റെ മോണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു എലമെൻറ്റ് വന്നാൽ ഇറ്റ് വിൽ ബി വിഷ്വലി ആൻഡ് ഇവന് ഒത്തിരി ക്രൗഡ് വന്നാൽ പോലും ആ ഒരു ശ്വാസം മുട്ട് ഇവിടെ തോന്നേണ്ട കാര്യമില്ല. ആൻഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് വർക്ക് വിത്ത് വെരി സിമ്പിൾ ടെംപ്ലേറ്റ്. നമ്മളൊരു ഗ്രേയിഷ് ആയിട്ടുള്ള ടൈലും വുഡിൻ്റെ ഫിനിഷും വൈറ്റ് വാൾസും ആൻഡ് ഈവൻ നമ്മൾ ഈ ബ്ലൈൻഡ്സ് ആണെങ്കിൽ പോലും ലൈറ്റ് ഗ്രേ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ സ്വിച്ചസിൽ പോലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സജഷൻസ് ഒരു ലൈറ്റ് ഗ്രേ ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കളർ തീമിലാണ് ത്രൂ ഔട്ട് ദ ഹൗസ് പോകുന്നത്. സോ അപ്പോൾ ഒരു സാധനത്തിലും ഒരു സമയത്തും നമുക്കിത് ഒരു മുറി കഴിഞ്ഞ് അടുത്ത മുറി കയറുമ്പോൾ ആ മുറി വേറെ ഏതോ വീടിൻ്റെ എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഇസ് ഓൾവേസ് ഒരു സിമ്പിൾ തീമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ഒരു ഹൈറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് മുകളിൽ ഒരു സ്ട്രിപ്പ് ഒരു വുഡ് എലമെന്റ് ഇങ്ങനെ ഒരു വുഡൻ എലമെന്റ് കൊടുത്തിരിക്കുന്നതാണ്. ബേസിക്കലി കൃത്യമായിട്ടൊന്ന് ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വിൻഡോ വരുന്നതിന്റെ അതേ ഒരു പാറ്റേണിൽ ഒരു ലൈൻ ത്രൂ ഔട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് വുഡ് ലുക്ക് നൈസ്. ആ ഒരു കൃത്യം ഒരു ഡിഫൈൻ ചെയ്ത് കിട്ടും എന്നുള്ളൊരു തോട്ടോടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രയർ സ്പേസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഈശോയൊക്കെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു ചർച്ചിൽ എങ്ങനെയാണോ നമ്മൾ ഫീൽ ചെയ്യുന്നത് അതുപോലൊരു ഡബിൾ ലൈറ്റ് എന്തായാലും നമ്മളോട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ വൈ നോട്ട് പ്ലേസ് നമ്മുടെ ദൈവത്തെയും ഡേറ്റ് ഏറ്റവും നല്ല പൊസിഷനോട് തന്നെ വെക്കാം, ഏറ്റവും നല്ല ചാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ സ്പേസിന് അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള പേർപ്പസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു കൻ സി ആ ഡീറ്റെയിലും കുറച്ച് ചെറിയ ലൈറ്റ്സും ഫോക്കസ് ചെയ്ത് കുറച്ച് ലൈറ്റ്സും കൊടുത്തിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈവൻ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വല്ല ഫംഗ്ഷനോ എന്തെങ്കിലും ചെറിയ പ്രാർത്ഥന ഒക്കെ വരുവാണെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് പോവുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ തന്നെ ഒരു ഐഡിയൽ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു അഗൈൻ ആ തീം ഉണ്ടല്ലോ, ഒരു വുഡ് ബ്ലാക്ക് ഗ്രേ ആ ഒരു ഫിനിഷിനെയാണ് ത്രൂ ഔട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ആൻഡ് ഈവൻ ഭിത്തിയിലൊന്നും നമ്മൾ ലൈറ്റ്സും അങ്ങനെ ഫാൻസി ലൈറ്റ്സും അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല. ലൈറ്റ്സ് എല്ലാം ഹാങ്ങിങ്സും ഒന്നും കാണുന്നില്ല. ഹാങ്ങിങ്സും ഇല്ല, പ്യോർലി സീലിംഗിലാണ് എല്ലാ ലൈറ്റ്സും വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ പ്രൈവസിയുടെ ആ ഒരു കാര്യം നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ലിവിങ്, അപ്പോൾ ആ ഒരു ഫോമൽ ലിവിങ്ങിന്റെ ഈ ഒരു സ്പേസ് വെച്ചാൽ ഇത് ബ്ലോക്ക് ആവുകയാണ്. അതെ, നമ്മൾ അതിൻ്റെ ഒരു സ്പേസിന് ഓർഗനൈസ് ചെയ്തേക്കുന്ന ആ ഒരു സ്ലിറ്റിൽ കൂടെ എന്തൊക്കെ കാണാൻ പറ്റുമോ അതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവിടുന്ന് TV കാണുകയാണെങ്കിലും പറ്റുള്ള അത് ആ സ്പേസിന് തീരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി നടക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു സ്പേസിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സംഭവം മാത്രമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഫാമിലിക്ക് ഇതിൽ കൂടെ തന്നെ വരേണ്ട കാര്യമില്ല. ദേ കൻ യൂസ് എ പ്രൈവറ്റ് എൻട്രൻസ് യൂസ് ചെയ്ത് കയറി. എന്നാൽ ഗസ്റ്റിന് കൃത്യമായിട്ട് വരാം. നമുക്ക് എന്നാൽ ആ കോർട്ട്യാർഡ് നോക്കി കഴിഞ്ഞാൽ പുറത്തെ ഗേറ്റ് കാണാം, എല്ലാം സ്ട്രാറ്റജിക്കായിട്ട് അകത്തുനിന്ന് കാണാം. കുറേയൊക്കെ അത് അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നുണ്ടായിരിക്കും? ഒരു 16 ഫീറ്റോളം വരുന്നുണ്ട്. അവിടെ 16 ഫീറ്റ് ആണ് സീലിംഗ് ഹൈറ്റ് ഫോർമൽ ലിവിംഗിൽ കൊടുത്തത്. അവിടെ നിന്ന് നമ്മൾ 12 ഫീറ്റ് ജസ്റ്റ് താഴെ വരുന്നൊരു സ്പേസിലോട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ദിസ് ഇസ് ദ ഡൈനിങ് ഏരിയ. ഇവിടെ നമ്മുടെ ഒരു കോർട്ട്യാർഡ്, ഞാൻ പറഞ്ഞ പോലെ ദിസ് ബിക്കംസ് സോർട്ട് ഓഫ് ലൈക്ക് ദി ഹാർട്ട് ഓഫ് ദി ഹൗസ്. ഇത് ഗ്ലാസ് കവേർഡ് ആണ്, പക്ഷേ നമ്മൾ മൊസ്കിറ്റോ മെഷീൻ്റെ സൈഡെല്ലാം ഓപ്പൺ ആണ്. സോ വെന്റിലേഷൻ ഉണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഉച്ചയ്ക്കും ഉണ്ട്, ഡെഫിനറ്റ്ലി ഗ്ലാസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. ബട്ട് ലിവബിൾ ആണ്. നമ്മൾ ഇത്രയും നല്ല വോളിയം ആയതുകൊണ്ട് നമുക്ക് ചെറിയ ഹൈറ്റ് കുറഞ്ഞ സ്ഥലം അല്ലാത്തതുകൊണ്ട് നല്ല വോളിയം ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് പ്രശ്നമല്ല, വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഏരിയ ഇച്ചിരി സങ്കണമായിട്ട് കൊടുത്തേക്കാണ് അല്ലേ? അതെ, അതിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് മുകളിലേക്ക് നമ്മൾ ഇതിന് ഇത്രയും ഈ ഒരു വോളിയം തന്നെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ എടുത്തേക്കാണ്. എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ
ഉച്ചയ്ക്കും നമുക്ക് ഇതിനകത്ത് വരുന്ന പാറ്റേൺസും രാവിലെയും വൈകുന്നേരം വരുന്ന ഇതിനകത്ത് വരുന്ന പാറ്റേൺസും ഈ ബ്ലാങ്ക് വാളിലൊക്കെ വരുന്ന രാവിലെ വരുന്ന പാറ്റേൺസ് ഒക്കെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഭയങ്കര ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ് ആൻഡ് ഷാഡോസിൻ്റെ ഒരു പ്ലേ. അത് പ്ലേ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലാങ്ക് വാൾ. ആസ് യു കൻ സീ ഇവിടെ ഒന്നുമില്ല, ഇറ്റ്സ് എ ബ്ലാങ്ക് വാൾ. അപ്പോൾ ദിസ് വാൾ ബിക്കംസ് ദി സ്റ്റേജ് ഫോർ ഈ ലൈറ്റിനും ഇതിനൊക്കെയുള്ള ഒരു സ്റ്റേജ് ആയിട്ട് ഇത് മാറുകയാണ്. പ്ലാന്റർ ബോക്സിനകത്ത് വെച്ചേക്കുന്ന ഇത് തന്നെ ആ ഒരു ഭാഗത്തുനിന്ന് അവരുടെ പ്രൈവറ്റ് എൻട്രിയിൽ നിന്ന് കാണുന്ന കാഴ്ചയും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് ഫെമിലിയർ അല്ലാത്ത ആൾക്കാർ വരുവാണെങ്കിൽ അവരും കാണുന്ന അല്ലേ സെയിം വ്യൂ ആണ് കാണുന്നത്. സെയിം വ്യൂ ആണ്. അങ്ങനെ ഒരു ഇന്റർസെക്ഷൻ ഏരിയയിൽ തന്നെ അവരത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണിത്? ഫിഡിൽ ലീഫ് എന്ന് പറയും. ഫിഡിൽ ലീഫ്. ഓക്കെ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇൻഡോർ പ്ലാന്റ് ആണ്. പുറത്തും വെക്കാം, പക്ഷേ ഇൻഡോർ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് വലിയ കുഴപ്പമില്ല. ഈവൻ നമ്മൾ ഇവിടുത്തെ ഫ്ലോറിംഗ് ആണെങ്കിൽ പോലും നമ്മൾ പോർച്ചിൽ യൂസ് ചെയ്ത സെയിം തന്നെ ഒരു ഡയഗണലി മെറ്റീരിയൽ പാലറ്റ് നമ്മൾ വി കീപ് റിപ്പീറ്റിംഗ് ഇറ്റ് സോ ദാറ്റ് ദർ ഇസ് എൻ ഐഡന്റിറ്റി ത്രൂ ഔട്ട്. ഫർണിച്ചർ ആണെങ്കിലും എല്ലാം ആ ഒരു സിമിലർ കളർ തീമിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇത് പിന്നെ ഒരു എക്സ്റ്റീരിയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇത് വെയിലത്തും സിന്തറ്റിക് ആണ്, വെയിലത്ത് കിടന്നാലും കുഴപ്പമില്ല, മങ്ങാത്തൊരു മെറ്റീരിയലാണ്. പറഞ്ഞ പോലെ തന്നെ ഡൈനിങ്, പിന്നെ ഇങ്ങനൊരു പേഴ്സണൽ സ്പേസ്, ടി വി കാണുന്ന ഏരിയ, ഇതെല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുന്നു. ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ എന്ത് വന്നാലും ആൾക്കാർക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും അല്ലേ അത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. കുട്ടികൾ ഓടി നടക്കാം. ഇതിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഭിത്തികളായിട്ടോ അരഭിത്തിയായിട്ടോ അല്ലെങ്കിൽ ഫർണിച്ചറായിട്ടോ പാർട്ടീഷനായിട്ടോ ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഫർണിച്ചർ ആയാലും എല്ലാം മെയിൻ ഡോർ നമ്മൾ എന്ത് കണ്ടോ അതേ ഒരു പാറ്റേൺ, എല്ലാം വളരെ പ്ലെയിൻ. ആ വുഡിന്റെ തന്നെ ഗ്രെയിൻസ് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാർവിങ്ങോ പരിപാടിയൊന്നും ഇല്ല. അപ്പം നമ്മൾ ഈ ഭാഗത്തും ഒരു കോർട്ട്യാർഡ് സ്പേസ് വന്നിട്ടുണ്ട്, വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ അല്ലേ. അപ്പോൾ അവിടും സെയിം ടൈലാണ് ഇട്ടേക്കുന്നു. സെയിം ടൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കോഫി യാർഡ് എന്നാണ് വിളിക്കുന്നത്. ബേസിക്കലി കോഫി കുടിക്കാം, മഴയൊക്കെ കൊണ്ട് ഇരിക്കാം എന്നുള്ളതൊരു പർപ്പസ് ആണ്. ഇത് ഓപ്പൺ ആണ് അല്ലേ, ഇത് ഓപ്പൺ ആണ്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ അതാണ്. ഒരു ലോ ഹൈറ്റ് ആണ്, നമ്മൾ ഈ 7 ഫീറ്റിലുള്ള നമ്മൾ സൺഷെയ്ഡ് ലെവലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ വാളിനെ നമ്മൾ താഴ്ത്തിയിരിക്കുകയാണ്. ഇത് ഓപ്പൺ ടു സ്കൈ ആയതുകൊണ്ടും മഴവെള്ളം വീഴുന്നുള്ളതുകൊണ്ടും ഇവിടെ നമ്മൾ വീടിന് ഓപ്റ്റ് ഫോർ എ വൈറ്റ് വാൾ. ഇവിടെ ഒത്തിരി നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കോഫിയും എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സ്ഥലം നല്ലതായതുകൊണ്ട് വി ചോസ് ടു ക്ലാഡ് പ്രോപ്പർലി ക്ലാഡ് ചെയ്യാൻ ടൈലിനെ വെച്ച് ക്ലാഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഇത് വീട്ടിലുണ്ട്. ഇത് ആക്ച്വലി ക്രോപ്പ് ചെയ്തല്ല ഇപ്പൊ നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര കാട് പോലെ. ഇതെന്താ ഇതിന്റെ പേര്? ആക്ച്വലി ഇതിനെ ഫൈക്കസ് എന്ന് പറയുന്നത്. ഫൈക്കസ്. ഇതെല്ലാം ഇറ്റ് ബിക്കംസ് വൺ പാർട്ട് ഓഫ് ഈ രണ്ട് സ്പേസിന്റെ ഒരൊറ്റ ഭാഗമായിട്ട് വേണം ഇതിനെ മാറ്റാം. ദീസ് ആർ ഓൾ ഡിഫറെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഡിഫറെന്റ് ഇമോഷൻസ് ആണ് നമുക്ക് സ്പേസിൽ നിന്ന് കിട്ടുന്നത്. അത് ആ ഒരു ഒറ്റ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് സ്ലൈഡിങ്, ജസ്റ്റ് ഒരു സ്ലൈഡിങ് അല്ലാണ്ട് ഫോൾഡിങ് ആയിട്ട് തന്നെ മാക്സിമം നമുക്ക് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഡൈനിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഇതും ഒരു വിനീർ ആണോ അതോ സോളിഡ് വുഡിൽ തന്നെ? ഇത് സോളിഡ് വുഡാണ്. സോളിഡ് വുഡിൽ തന്നെ ചെയ്തേക്കാണ് അല്ലേ. ഡോറൊക്കെ ചെയ്തതിന് ശേഷം ഒത്തിരി ബാക്കി വന്ന പീസസ് ഒക്കെ വെച്ച് നമ്മൾ അത് വെച്ച് റീപർപ്പസ് ചെയ്തതാണ് പല സംഭവം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സ്പേസ് അവർ ചെയ്തേക്കുന്നത്. അതിനകത്തൊരു ഇൻസേർട്ടഡ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ചെറിയൊരു സെർവിങ് കൗണ്ടർ പോലെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഇവിടെ എടുത്ത് വെക്കണം. അതിൽ ഈവൻ ദിസ് കൻ ആൾസോ ആക്ട് ആസ് എന്താ പറയുക, നമ്മുടെ ഈ സ്റ്റോറേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ ചാർജ് ചെയ്യലും ഈ തുണികൾ, നാപ്കിൻസ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ആയിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എസെൻഷ്യൽ ടൂൾസ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വയ്ക്കാം നമുക്കിവിടെ. ഈ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് എല്ലാത്തടത്തും പോയത്. എല്ലായിടത്തും നമ്മൾ ആ ഒരു സിമിലർ ആയിട്ടുള്ള തീം തന്നെയാണ്. വാഷ് കൗണ്ടർ ആയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയാലും ഡയറക്റ്റ് വിഷനിൽ വരാത്ത രീതിയിൽ ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു വാഷ് ഏരിയ അല്ല ഇത്. സെൻട്രലിൽ നമുക്ക് പേരിന് ജസ്റ്റ് ഒരു സ്ട്രിപ്പ് പോലെ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും വിൻഡോ ഉള്ളതുകൊണ്ട് ആ സ്പേസിനെ അവർ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 3D ഒരു 180 ഡിഗ്രിയിൽ വ്യൂ കിട്ടുന്ന രീതിയിൽ ഈ സൈഡിലും മിറർ കൊടുത്തിട്ടുണ്ടോ. ഓക്കെ, അപ്പം ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ടൈലായാലും എല്ലാം ഫ്ലോറുമായിട്ട് ചേരുന്ന രീതിയിൽ വളരെ ഒരു സിമെന്റ് ടെക്സ്ചർ ഒരു ഫീൽ ഫിനിഷിൽ കൊടുത്തേക്കുന്നു. ലെപ്പോത്ര ഗ്രാനൈറ്റിന്റെ തന്നെ കൗണ്ടർ ടോപ്പ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്ലോറിലും ഈ പറഞ്ഞ തെറിക്കുന്ന ഈ സൈഡിലും ക്ലാഡിങ്ങിലൊക്കെ യു ക്യാൻ എക്സ്പെക്ട് ചെളി വരാൻ സാധ്യതയുണ്ട്, അതിൽ സംശയമില്ല. നമുക്ക് കിച്ചണിലോട്ട് കയറാം. കിച്ചണും നല്ലപോലെ വുഡൻ ഫിനിഷിലാണ്. അതെ, ഷട്ടേഴ്സ് എല്ലാം നമ്മൾ വുഡൻ ഫിനിഷിലാണ്. നമ്മൾ ഇന്റീരിയേഴ്സ് എല്ലാം നമ്മൾ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. സോ ആസ് യു കൻ സീ ആ ഒരു സിമിലർ ആയിട്ടുള്ള ഫിനിഷിംഗാണ് നമ്മൾ ത്രൂ ഔട്ട് അഗെയിൻ ആ വുഡ് കം ഗ്രേ സിമെന്റ് ടെക്സ്ചറും അതൊക്കെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആസ് യു കൻ സീ നമ്മളിവിടെ ഒരു സ്ലിറ്റ് വിൻഡോ കാണാം നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ അകത്തുനിന്നായാലും നമുക്ക് യു കൻ ആക്ച്വലി സീ ദ ഗേറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ ഗേറ്റിലായാലും ഇവിടെ വന്നു കൃത്യമായിട്ട് കാണാനും, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, ഈ ഫ്രണ്ടിലെ യാർഡ് മൊത്തം ക്ലിയർ ആയിട്ട് ഇത്രയും വൈഡ് ആയിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാം.
ഒരു ചോദ്യമായിരുന്നു, ഈ മൊത്തം മതിൽ വെച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഇത് വ്യൂ കിട്ടുക? അപ്പോൾ ഇതൊന്നും പുറത്തുനിന്നൊന്നും കാണാനും പറ്റില്ല, യു ക്യാൻ സീ എവറിത്തിങ് ഔട്ട്സൈഡ്. ഓക്കെ. അപ്പൊ ഇതിൽ കേറിയപ്പോഴാണ് പിന്നെ ലൈറ്റ് ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ പുറത്തുനിന്ന് കാണാൻ മനസ്സിലാവും, പക്ഷെ എന്നാൽ അത് എന്താണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ പിടിയിട്ടില്ല. അപ്പോഴേക്കും നമുക്കിവിടെ നോർമൽ കിച്ചണിൽ കാണുന്ന പോലത്തെ എല്ലാ ഐറ്റംസും, നമ്മൾ ഓവൻ, സ്റ്റോറേജ് യൂണിറ്റും, ടോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഗൈൻ നമുക്ക് ഇവിടെ കോഫി അല്ലെങ്കിൽ ചെറിയൊരു വ്യൂ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഡോർ അടച്ചിരിക്കുകയാണ്, എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ കേൾക്കാനൊക്കെ ആയിട്ട് സൗകര്യമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഡിഷ് വാഷർ, സിങ്ക് യൂണിറ്റ്, സ്റ്റോറേജും ഒക്കെ കൊടുത്ത് നമ്മുടെ ഹോബും ഫുഡും ഒക്കെ ഇവിടെ തന്നെ. ഇതിന്റെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ തോന്നി ബാക്ക് സ്പ്ലാഷ്. അതെ, നമ്മൾ ഈ ബാക്ക് സ്പ്ലാഷിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഡയഗണൽ രീതിയിലാണ് നമ്മൾ ഇട്ടുപോയി. നമ്മൾ കോമൺ വാഷിൽ നോക്കിയാൽ പോലും ആ ഒരു സിമിലർ, അതായത് നനവും ചെളിയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ പോലും നമ്മൾ ദിസ് ഇസ് ആൻ ഓപ്ഷൻ, അതായത് ആ ഒരു മോണോട്ടോണി ബ്രേക്ക് ചെയ്യാം, പ്ലെയിൻ ആയിട്ട് ഇട്ട് പോകുന്നതിന് പകരം കുറച്ചൊരു ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം ഇവിടെ വരാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡയഗണലിൽ ഇട്ട് പോകും തീരുമാനിച്ചു. സാധാരണ കിച്ചണിലെല്ലാം കാണുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തം എന്ന് പറയുന്നത് ഈ വുഡ് എലമെന്റ്സ്, ആ ഒരു വുഡൻ ഹോബിൽ ആ ഒരു ഇതിലും കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ ഫേസിങ് ഈസ്റ്റ്. അപ്പോൾ മുകളിലത്തെ ക്ലെറസ്റ്റോറി വിൻഡോ, നമ്മൾ ആ വിൻഡോസ് നല്ല വെട്ടമാണ് നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വി ഓൾവേസ് ട്രൈ ടു അലൈൻ വിൻഡോസ് ടു എ വാൾ. ഒരു ഭിത്തിയോടും സീലിങ്ങിനോടും മുട്ടി നിൽക്കുമ്പോൾ അതിൽ നിന്ന് വാഷ് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ ക്വാളിറ്റി ഈസ് ഡിഫറെന്റ്. മേ ബി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ബിക്കോസ് ദിസ് നോ സൺ. രാവിലെ കയറണമെങ്കിൽ നല്ല രീതിയിൽ ആ എഫക്റ്റ് ആ ഭിത്തി കൂടെ വാഷ് ചെയ്ത് വരുന്ന ലൈറ്റ്, ഇറ്റ്സ് എ വെരി വാം സൂതിങ് ലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് അപ്പുറത്തൊരു വർക്കിംഗ് കിച്ചണും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാഷിംഗ് മെഷീനും കാര്യങ്ങളും യൂട്ടിലിറ്റി സ്പേസ് പോലെ തന്നെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറ്റിയ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ. മിക്കവാറും ഫാമിലി ഓഫ് 3 ആണ്, അപ്പോൾ അവർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന. നമ്മളിവിടെ ഒരു ഗ്രാനൈറ്റിന്റെ ഒരു കോപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രണ്ട് സർഫസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രായമായവരും അല്ലെങ്കിൽ പിള്ളേർ കൂടി കളിക്കുമ്പോഴൊക്കെയാണെങ്കിൽ പോലും കൃത്യമായൊരു ഡീലിനേറ്റ് ലൈൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിൽ അത് പെടുന്നുണ്ട്. ഈ ഒരു ലൈറ്റർ ഇതും ഒരു ഡാർക്കർ ലൈനും പിന്നെ അതിനേക്കാൾ ഒരു പൊടിക്ക് ഇതായിട്ടുള്ള കളർ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സോ ഫ്ലാറ്റ് സ്മൂത്ത് സർഫസ് നിന്നും പിന്നെ ഇത് പെട്ടെന്ന് ഒരു ഗ്രിപ്പുള്ള നമ്മൾ ലപ്പോത്ര വരുമ്പോഴും നമുക്ക് കണ്ണിൽ പെടാത്ത രീതിയിൽ. പക്ഷേ ഇവിടെ ഡി ബി കാര്യങ്ങൾ, സർവീസ് എൻട്രി, സർവീസ് കാര്യങ്ങൾ, കീസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു പ്രൈവറ്റ് ഷൂസൊക്കെ വെക്കാനുള്ള സ്ഥലം. ഓക്കെ, ഇത് നമ്മുടെ ഫാമിലി ലിവിംഗ് ആണ്. ഇറ്റ്സ് അഗൈൻ കണക്റ്റഡ് ടു ദ ഹോൾ തിങ്. അപ്പോൾ നമ്മളിവിടെ എന്ത് വെച്ചാലും എന്ത് കേട്ടാലും നമുക്ക് കിച്ചണിലാണെങ്കിലും നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ഒന്ന് കാണുമ്പോൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നൊക്കെയുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടാനും ഹെൽപ്ഫുൾ ആണ്. സോ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സെയിം സിമ്പിൾ ആയിട്ടുള്ള വാൾസ് ആണ്. ദി ഫോക്കസ് ഇസ് ഓൺ ദ ടി വി. ഇവിടെ വേറെ ഒത്തിരി ഓർണമെൻറ്റേഷനോ വേറെ ഒന്നും നമ്മൾ ഫോക്കസിങ് കൊടുത്തിട്ടില്ല. ആൻഡ് പ്യൂർലി ഫങ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടി വി സ്പേസ് ആയാലും കറക്റ്റാണ്. ഒരു ഗ്ലെയർ, അനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലെയർ വരാനുള്ള ഒരു വിൻഡോ ഏരിയ ഒന്നും ഇല്ല. കൃത്യം നമ്മൾ വാളിൽ തന്നെയാണ് ബാക്കിൽ വരുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. വളരെ മിനിമലായിട്ടുള്ള ഒരു ടി വി കൺസോളാണ്. അതെല്ലാം സെയിം ഡിസൈനിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തേക്കുന്നു. എല്ലാം ടീക്കിൽ തന്നെ ചെയ്തേക്കുന്നു. സോളിവുഡിൽ ഒരു സൈഡിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റഡി ഏരിയ ആണ്. സ്റ്റഡി അല്ലെങ്കിൽ മൾട്ടിപർപ്പസ്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് നോക്കുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഫയൽസുകൾ, മേ ബി മെഡിസിൻ ക്യാബിനറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോമൺ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എനിബഡി ക്യാൻ ആക്സസ്. വീട്ടിലെല്ലാവർക്കും ഒരാളത്തെ മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് അടച്ചെടുക്കുകയാണെങ്കിൽ അത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോ ദിസ് ഇസ് ഒരു കോമൺ സ്ഥലത്ത് പറഞ്ഞാൽ കോമൺ ആയിട്ട് തന്നെ ഫയലുകളോ ഒക്കെ യൂസ് ചെയ്യേണ്ട സംഭവം ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മളിതിന്. അപ്രോക്സിമേറ്റ്ലി ഈ ഒരു എൻറ്റയർ ഏരിയ എന്ത് സൈസ് വരുമായിരിക്കും? നമ്മൾ റഫ്ലി ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു 5x5 റഫ്ലി അങ്ങനെ 3 സ്പേസ് ആയിട്ട് തന്നെ പോയതാണ്. ഓക്കെ, എത്ര ബെഡ്റൂംസ് ഉണ്ട്? ഇപ്പം ബെഡ്റൂംസ് എല്ലാം വന്നിട്ട് നമ്മൾ പുറത്ത് വെച്ച് പറഞ്ഞായിരുന്നു ഒരു സൈഡിലോട്ടാണ് കൂടുതൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 4 ഇത് കാണുന്നതും ബേസിക്കലി ബെഡ്റൂം ഡോർസ് ആണ്. ഓക്കെ, അപ്പോൾ ബെഡ്റൂംസ് എല്ലാം ടുവേർഡ്സ് ദി എൻഡാണ്. അപ്പോൾ വേറെ ഗസ്റ്റ് വന്നാലും ഇപ്പോൾ ഡൈനിങ് നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു ഫോമൽ ലിവിങ്ങിൽ വന്നതിന് ശേഷം ചായ കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ ആ സ്പേസിൽ അവിടെ ലിങ്കർ ചെയ്ത് അവരുടെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ടുവേർഡ്സ് റെയർ അതൊരു നല്ല ഒരു ഡിസൈൻ ഫാക്ടറാണ്. കാരണം നമ്മൾ സാധാരണ ഇപ്പം അങ്ങനെയുള്ള വീടുകളിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസിറ്റേഴ്സോ കുറച്ച് ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ബെഡ്റൂം തുറന്ന് നേരെ അവരുടെ മുമ്പിലോട്ടായിരിക്കും അപ്പോൾ തന്നെ. അപ്പം അങ്ങനെയുള്ളതിൻ്റെ കാര്യമൊന്നുമില്ല. അവരെല്ലാം ആ ഒരു കോർണറിലായിരിക്കും. ഇവിടെ ഒബ്വിയസ്ലി ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഇവരുമായിട്ട് അത്രയും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഈ ഒരു ഏരിയ. നമ്മൾ പറയാണ്ട് ഡോർ തുറന്നിരിക്കുകയാണ്, അടഞ്ഞെടുക്കുകയാണ്, അങ്ങനെയുള്ള കൺഫ്യൂഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സിമിലർ ലേഔട്ടാണ് എല്ലാ ബെഡ്റൂംസ്. അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇതും ഒരു വലിയ സൈസ് അല്ല, എന്നാൽ അത്യാവശ്യം അല്ലേ നമ്മുടെ വീടിൻ്റെ 10 feet വിഡ്ത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ 5 മീറ്ററിൻ്റെ ഓൾമോസ്റ്റ് മൊഡ്യൂൾ 4.5 മീറ്ററിൻ്റെ ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഇത് ടിപ്പിക്കൽ കാണുന്നൊരു ബെഡ്റൂമിൻ്റെ ലേഔട്ട് അല്ല. ദിസ് മച്ച് മോർ ലീനിയർ സ്റ്റഡി കിട്ടുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇതിന് ശല്യം ചെയ്ത സ്റ്റഡി കിട്ടുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊരു വിൻഡോ സ്പേസും നമുക്ക് 2 സൈഡ് ടേബിളും. ഈവൻ വി ഡിസൈൻ ദിസ് ഫോർ കിങ് സൈസിനുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ ഫങ്ഷണലി
അതായത് ഫങ്ഷനാലിറ്റി തന്നെയാണ്. നമ്മൾ ഈ ഫർണിഷിംഗ് ആണെങ്കിൽ പോലും വി കീപ് ചേഞ്ചിങ് ദി, അപ്പോൾ ശ്രദ്ധ മൊത്തം ഈ നല്ലൊരു ബെഡ്ഷീറ്റിലോട്ട് പോകണമെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി എന്താ പറയുക, ഫ്രീ ആയിരിക്കണം. നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി അധികം സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് നല്ലൊരു ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫോക്കസ് ഓൺ ദ ബെഡ്ഷീറ്റ് ഇസ് ലാസ്റ്റ്. എക്സ്റ്റീരിയർ ചെയ്തേക്കുന്നതിൻ്റെ അതേ ഒരു ഡിസൈൻ ഫിലോസഫി എല്ലാ കോർണറിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളപ്പം ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സ്പേസ് ഉണ്ട്, ടോട്ടൽ സീലിംഗ് ഹൈറ്റ് വരെ പോയ സീലിംഗ് വരെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന സൂട്ട് കേസസോ അല്ലെങ്കിൽ അങ്ങനത്തെ വെരി റയർലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് ഈ ലെവലിൽ നമുക്ക് ഡെയിലി വെയറിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് എന്താണിത്? ഇത് ലാമിനേറ്റ് ആണ്. ഒരു ഗ്രേ ലാമിനേറ്റ് കൊടുത്തിട്ട് ഒരു വുഡൻ ടീക്ക് വുഡിന്റെ ബോർഡേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വുഡ് കളർ ഗ്രേ, വൈറ്റ്, ആ ഒരു പ്ലേ ആണ്. ഒരു ലൈറ്റ് ഗ്രേ, അലുമിനിയത്തിന്റെ ഫിനിഷ്. ഇടയ്ക്കിടയ്ക്ക് ചില ബ്ലാക്കുകളും ചില ബ്ലാക്കുകളും മിനിമൽ പച്ചപ്പ് വരും. പച്ചപ്പും വരുന്നുണ്ട്, ഗ്രീൻസും വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ടോയ്ലറ്റിന്റെ ഒരു ഡിസൈനിലായ പോലും ആ ഒരു സിമെന്റ് ടെക്സ്ചർ ഫീൽ ഉള്ള രീതിയിൽ ഫ്ലോറിംഗ് ആയാലും വാൾ ടൈൽസ് ആയാലും അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രിപ്പുള്ള രീതിയിൽ കർവ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീഷ് സ്പേസിലും ഇങ്ങനെ ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊടുത്തേക്കുന്നു. ടൈൽ ഇൻസെർട്ടഡ് ഡ്രെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലെല്ലാം നമ്മൾ ഈ വീട്ടിൽ ക്വാർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര റഫ് ഹെവി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ താങ്ങുന്ന രീതിയിലുള്ള അല്ലേ ഒരു ഫിനിഷ് ഗ്രനൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ യൂണിറ്റിന്റെ ബാക്കിലായൊരു സ്റ്റോറേജ് പർപ്പസ് ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് ഷേവിങ്ങും പർപ്പസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ഡെയിലി ക്ലീനിങ്ങിന്റെ കാര്യങ്ങളോ അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് ബേസിക് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇറ്റ് ഈസ് വെന്റിലേറ്റഡ്, അപ്പോൾ അതുതന്നെ അങ്ങനെ പൂപ്പിൽ പിടിച്ചിരിക്കുകയോ മണം പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. പൂപ്പിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. ഈ ഒരൊറ്റ സിംഗിൾ കളറിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ബോറിംഗ് ഫീൽ തോന്നിക്കുന്നൊന്നുമില്ല. ആ രീതിയിലാണ് അവർ ലൈറ്റപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, സെയിം ഒരു സിമിലർ എല്ലാ ബെഡ്റൂമിലും. മാസ്റ്റർ 2 ബെഡ്റൂംസിലും എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കോമൺ ഒരു എക്സ്ട്രാ വിൻഡോ കൂടി ഉണ്ട്, ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ മോസ്റ്റ്ലി ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പർപ്പസിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗിവൺ നമ്മൾ ഓൾമോസ്റ്റ് റൂമിന്റെ സ്പാൻഡ് അത്രയും തന്നെ വിഡ്ത്തിൽ നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ആ ട്യൂബ് ലൈറ്റിന് പകരം പൊടി പിടിച്ചിരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഒരു ഫ്ലഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് ഫങ്ഷണൽ പർപ്പസ് ആണ് പ്ലാൻ. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലായിടത്തും വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെയാണ്. സോ എവറി റൂം ഹാസ് എ ഡെഡിക്കേറ്റഡ് സ്റ്റഡി സ്പേസ്, സ്റ്റോറേജ് സ്പേസും എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.